ഇന്ത്യ ഒരു വലിയ കളിക്കിറങ്ങിയാണ്. ഇതൊരു സാധാരണ സ്റ്റോക്ക് മാർക്കറ്റ് കളിയല്ല. ഇത് രാജ്യത്തിന്റെ ഊർജ്ജഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നീക്കമാണ്. അപ്പോ എങ്ങനെയാണ് നിക്ഷേപത്തിന്റെ ഒരു പുതിയ ലോകം തുറക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെല്ലാം സ്വർണത്തിലും IT സ്റ്റോക്കുകളുമൊക്കെ പണം മുടക്കുമ്പോൾ ഈ സ്മാർട്ട് മണി എന്ന് പറയുന്ന, അതായത് ശരിക്കും സമർത്ഥരായ നിക്ഷേപകർ അവരെങ്ങോട്ടാ പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ തിരയാൻ പോകുന്നത്. അപ്പോ എങ്ങോട്ടാണ് ഈ പണം ഒഴുകുന്നത്? നമുക്ക് നോക്കാം. ഈ സമർത്ഥരായ നിക്ഷേപകരുടെ പുതിയ ലക്ഷ്യം സർക്കാർ തന്നെ നേരിട്ട് പിന്തുണയ്ക്കുന്ന, കുതിച്ചുയരാൻ പോകുന്ന ഒരു പുതിയ മേഖലയാണ്. ഇതാണ് ആ വലിയ ലക്ഷ്യം. ഇന്ത്യയുടെ 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ മിഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യമില്ലേ? ഇത് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു മെഗാ പ്രോജക്റ്റാണ്. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ലാട്ടോ. 20,000 കോടി രൂപ. അതാണ് ഗവൺമെന്റ് ഈയൊരു ദൗത്യത്തിനായി മാത്രം ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. ഈയൊരു സംഖ്യ മാത്രം മതി ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ. ഒന്ന് നോക്കിക്കേ, ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് വെറും 8.78 ഗിഗാവാട്ടാണ്. പക്ഷെ നമ്മൾ പോകാൻ ലക്ഷ്യമിടുന്നത് 100 ഗിഗാവാട്ടിലേക്കാണ്. അതായത് ഏകദേശം 12 മടങ്ങ് വളർച്ച. ഇതൊരു ചെറിയ ചാട്ടമൊന്നുമല്ല, ഒരു വിപ്ലവം തന്നെയാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. ഈ വളർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ, ഏറ്റവും നിർണായകമായ കാര്യം എന്താണെന്നറിയാമോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗവൺമെന്റ് പ്രൈവറ്റ് കമ്പനികളെ ഈ മേഖലയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇത് ഈ പദ്ധതിക്ക് എത്രത്തോളം ദേശീയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ആരൊക്കെയാ ഈ രംഗത്തേക്ക് വരുന്നതെന്നല്ലേ? ചെറിയ മീനുകളൊന്നുമല്ല. ടാറ്റ പവർ, റിലയൻസ്, അദാനി, JSW, ഹിൻഡാൽകോ, ജിൻഡാൽ, രാജ്യത്തെ വമ്പന്മാർ ഒന്നടങ്കം ഇതിലേക്കിറങ്ങിയാണ്. അവർക്കറിയാം ഇതൊരു വലിയ കളിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇത്രയും വലിയൊരു ലക്ഷ്യം ഇത്ര പെട്ടെന്ന് എങ്ങനെ നടപ്പാക്കാനാണ്? അതിന്റെ ഉത്തരം ടെക്നോളജിയിലാണ്. അതെ, ഒരു പുതിയ റിയാക്ടർ വിപ്ലവം തന്നെ വരുന്നുണ്ട്. പണ്ടൊക്കെ ഒരു വലിയ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാൻ കുറഞ്ഞത് ഒരു 10-15 വർഷം വേണമായിരുന്നു. പക്ഷെ ഇപ്പോഴോ സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ അഥവാ SMRകൾ വരുന്നു. ഇവയെ ഫാക്ടറിയിലുണ്ടാക്കി വെറും 3 വർഷം കൊണ്ട് എവിടെയും സ്ഥാപിക്കാം. സ്പീഡാണ് ഇവിടുത്തെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. ഇതൊന്നും വെറും സ്വപ്നമല്ല. ഇന്ത്യ ഓൾറെഡി സ്വന്തമായി 3 SMR ഡിസൈനുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. പോരാത്തതിന് 2030 ആവുമ്പോഴേക്കും നമ്മുടെ ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ 5 SMRകൾ പ്രവർത്തനവും തുടങ്ങും. കാര്യങ്ങൾ ശരിക്കും റോക്കറ്റ് വേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത്. പക്ഷേ യഥാർത്ഥ നിക്ഷേപാവസരം, ആ സ്മാർട്ട് മണി പോകുന്ന സ്ഥലം എവിടെയാണ്? അതീ കാണുന്നിടത്തൊന്നുമല്ല. നമുക്ക് ആ രഹസ്യത്തിലേക്ക് കടക്കാം. ശരിക്കുള്ള മൾട്ടി ബാഗറുകൾ ഉണ്ടാകുന്നത് ഈ പാർട്സ് ഉണ്ടാക്കുന്നവരിലാണ്. അതായത് വലിയ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നവരെക്കാൾ അവർക്ക് വേണ്ട ആ നിർണായക ഘടകങ്ങൾ, ആ സ്പെയർ പാർട്സ് ഉണ്ടാക്കി കൊടുക്കുന്നവരിലാണ് യഥാർത്ഥ നിധി ഒളിഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് വാൽചന്ദ് ഇൻഡസ്ട്രീസ്, എംടാർ ടെക്നോളജീസ്, ഈ പേരുകളൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇവരൊന്നും ഇന്നലെ വന്നവരല്ല. വർഷങ്ങളായി ന്യൂക്ലിയർ രംഗത്ത് പ്രവർത്തിച്ച് പരിചയസമ്പത്തുള്ള കമ്പനികളാണ്. അവരുടെ നിലവിലെ ഓർഡർ ബുക്ക് തന്നെ അവരുടെ കഴിവിന് തെളിവാണ്. വാൽചന്ദ് ഇൻഡസ്ട്രീസിന്റെ മാത്രം കാര്യം നോക്കിയാൽ അവരുടെ കയ്യിലിപ്പോൾ 938 കോടിയുടെ ഓർഡറുണ്ട്. അതിൽ 30% ന്യൂക്ലിയർ മേഖലയിൽ നിന്നും. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നോ? ഈ ഓർഡറൊക്കെ പഴയ ടെക്നോളജിക്ക് വേണ്ടിയുള്ളതാണ്. പുതിയ SMRകളുടെ ഓർഡറുകൾ വന്നു തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനി വരാനിരിക്കുന്ന അവസരത്തിന്റെ വലുപ്പം. ഇതിനർത്ഥമെന്താണ്? നമ്മളൊരു പുതിയ നിക്ഷേപ സൈക്കിളിന്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് മുൻപരിചയമുള്ളൊരു കളിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2018-19 കാലഘട്ടത്തിലെ സോളാർ ബൂം ഓർമ്മയുണ്ടോ? അന്ന് എല്ലാവരും സോളാർ പാനൽ ഉണ്ടാക്കുന്ന കമ്പനികളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ സ്മാർട്ട് മണി എവിടെ പോയി? ആ പാനൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സപ്ലൈ ചെയിൻ കമ്പനികളിൽ. അവർക്ക് കിട്ടിയത് 10 ഇരട്ടി വരെ ലാഭമാണ്. ഇപ്പോൾ അതുപോലൊരു സൈക്കിൾ ന്യൂക്ലിയർ രംഗത്ത് തുടങ്ങുകയാണ്. 20,000 കോടിയുടെ സർക്കാർ നിക്ഷേപം, പ്രൈവറ്റ് സെക്ടറിന്റെ കടന്നുവരവ്, പിന്നെ പുതിയ SMR ടെക്നോളജി എല്ലാം കൂടി ഒത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ സൈക്കിൾ ഇപ്പോൾ തുടങ്ങുന്നതേയുള്ളൂ. ഈ കളിയിൽ ആരായിരിക്കും ശരിക്കും ജയിക്കാൻ പോകുന്നത്? ഊർജ്ജമുണ്ടാക്കുന്നവരോ, അതോ അവർക്ക് ആ ഊർജ്ജമുണ്ടാക്കാനുള്ള ശക്തി